ഹലോ, ആരാ? ആര്? സിക്കന്ദർ സിംഗാ? ഇത് സിക്കന്ദർ സിംഗിന്റെ വീടൊന്നല്ല, ഇതേ പടിഞ്ഞാറ്റേല മൊയ്തുട്ടിയുടെ വീടാ. നിങ്ങളോട് ഞാൻ ഇത് എത്ര തവണ എന്ന് പറയുന്നു? ഈ മനുഷ്യന്മാർക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ? ഓനെ വെച്ചിട്ട് പോണോ? ആരാ സാജിദ വിളിച്ചത്? ആ സിക്കന്ദർ സിംഗ് ഉണ്ടോന്ന് ചോദിച്ചോണ്ട്. സാജിദ, അന്നോട് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ ലഡു ഇങ്ങനെ കുത്തിക്കേട്ടല്ലേന്ന്. അനക്ക് വല്ല സൂക്കേടും വരൂ. നിങ്ങൾക്ക് സാജിദാനെ പിടിക്കണില്ലെങ്കിൽ അങ്ങ് പോയി ചൊല്ലി കളി. ഞമ്മക്ക് എന്തെങ്കിലും തിന്നാണ്ടിരിക്കാൻ പറ്റൂല. ഹലോ, നിങ്ങളോട് നമ്മൾ ഇത് എത്ര തവണ പറഞ്ഞു ഇത് സിക്കന്ദർ സിംഗിന്റെ വീടല്ല, സിക്കന്ദർ സിംഗിന്റെ വീടല്ലാന്ന്. അപ്പൊ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവൂലേ? നമ്മൾ മലയാളമല്ല പറയണത്. ഇത് പടിഞ്ഞാറ്റിലെ മൊയ്തീന്റെ വീടാ. ഇത് വലിയ പുലിവാലായില്ല. ആരാണ് സാജിദ ഈ സിക്കന്ദർ സിംഗ്? ഞമ്മക്കറിയോ? നിങ്ങൾ ഇവിടുന്ന് പാടി ഇറങ്ങി അപ്പൊ തുടങ്ങൊരു വിളി, സിക്കന്ദർ സിംഗ് ഉണ്ടോ, സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞോട്ട്. അല്ല സാജിദ, സ്കൂൾ പഠിക്കുന്ന കാലത്ത് അന്റെ പുറകിൽ ഒരു ചെക്കൻ നടക്കലുണ്ടല്ലോ, ഓന്റെ പേരെന്തേനി? അത് സുൽഫിക്കർ അല്ലേ? ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവൂല. ഓനെ കണ്ടുപിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. നിങ്ങൾ ഇവിടെ കടന്നു തൊള്ള ഓർന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ ഫോൺ ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? എന്ത്? നമ്മളെപ്പോലെ സുന്ദരിമാരായ വീട്ടമ്മമാരെ വീട്ടിലേക്ക് ഫോൺ വരും. ആദ്യം നമ്മൾ ചീത്ത വിളിക്കും, പിന്നെയും പിന്നെയും വിളിക്കുമ്പോ ഏത് പെണ്ണാണിക്കാ വീടാത്തത്? എന്താണ്? അടുക്കളയിൽ ബാക്കത്തെടുത്ത് രണ്ടിനും പെട്ടു ഞാൻ. നിങ്ങളോട് പറഞ്ഞിട്ടാ ഒളിച്ചോർന്നത്? അപ്പൊ എനിക്ക് എല്ലാം അറിയല്ലേ ഹിമാറെ? നമ്മൾ ഒളിച്ചോടും നല്ല പറഞ്ഞത്. ഓരോരോ വലിയ വലിയ വീട്ടിൽ ഇങ്ങനൊക്കെ നടക്കുന്നല്ലേ പറഞ്ഞ്. ഹലോ, ഞമ്മള് വിചാരിച്ച് ഈ പോയിന്ന് പറ്റിച്ചാഞ്ഞ് പെണ്ണ്. ഞമ്മളേ ഫോൺ ഓഫീസിൽ പോയിട്ട് പരാതി തുടങ്ങി. ഓൻ വരുന്നുണ്ട്. അണ്ണൻ ഇന്ന് ഞമ്മൾ എന്നെ ശരിയാക്കി തരാം. അടക്ക്. ഇത് സിക്കന്ദർ സിംഗിന്റെ വീടല്ല എന്നോട് പറഞ്ഞില്ലടാ. സുക്കൂറേ, നീ അനക്കൊന്ന് പറഞ്ഞൂടെ ഹിമാറെ? എന്നാല് അല്ല, എന്റെ കഴിഞ്ഞ മാസം പൈസ അയക്കാഞ്ഞേ, എന്റെ കഴിഞ്ഞ മാസം പെരയിലേക്ക് പൈസ അയക്കാഞ്ഞേന്ന് കേട്ടോ. പൈസന്റെ കാര്യം പറഞ്ഞ് ഓ ഫോൺ കട്ടാക്കി. അന്റെതല്ല മോയ്. ഓൻ കട്ടാക്കിയതൊന്നും ആയിരിക്കൂല. കട്ടായി പോയതായിരിക്കും. അപ്പൊ എനിക്ക് ഓന്റെ കൂടെ നിക്കുള്ളൂ. നമ്മൾ ആ തേച്ച ഷർട്ടും എടുത്തോ, നമ്മൾ ഫോൺ ഓഫീസിൽ പോട്ടെ. അതിന് ഷർട്ട് തേക്കാൻ പോകുമ്പല്ലേ രാവിലെ സിക്കന്ദർ സിംഗ് വിളിച്ച്. എന്നാ പിന്നെ തിന്നാൻ എന്തെങ്കിലും എടുത്തേക്ക് സായിദ. പത്തിരി ഉണ്ടാക്കാൻ പോകുമ്പല്ലേ ഓൻ പിന്നെയും വിളിച്ചത്. അച്ഛനെ, ഈ സിക്കന്ദർ കാരനപ്പൊ നമ്മളെ പെരേല് പട്ടിണിയാവുമല്ലോ. മിസ്റ്റർ വെങ്കടേഷ്, ഒന്ന് ക്യാബിനിലേക്ക് വരൂ. ഇരിക്കൂ. ആ തിരുവനന്തപുരത്തേക്ക് അയക്കാനുള്ള ഫയൽ എവിടെ? ഏത് ഫയല്? ഒപ്പിടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? പറ്റിയിട്ടുണ്ടാവില്ല, എനിക്കറിയാടോ. വത്സല വിളിക്കൂ. എന്നാ വത്സല വിളിക്കൂ. ഞാൻ വിളിക്കാം വത്സല, ഞാൻ വിളിക്കാം. വത്സല ക്യാബിനിലേക്ക് ഒന്ന് വരൂ. വത്സല വരട്ടെ. വത്സല വരട്ടോ. എന്താ സാർ? വത്സലെ താൻ കുറ്റപ്പെടുത്തരുത്. വത്സലയ്ക്ക് അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. വത്സല തെറ്റ് ചെയ്തിട്ടില്ല, എനിക്കറിയാം. വത്സല എന്തിനീ കുറ്റം ഏറ്റെടുക്കുന്നു? വത്സലയ്ക്ക് അല്ലെങ്കിൽ തന്നെ ദൂരം പ്രശ്നങ്ങളുണ്ട്. വത്സല അങ്ങനെ ആവശ്യമില്ലാതെ വേറെ പോലെ മറ്റൊരാളുടെ കുറ്റം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. വത്സല വത്സല എവിടെ നിൽക്കൂ? താനേ എന്നിട്ട് പോയി ആ സത്യശീലിനെ കണ്ട് പഠിക്കേ. ജോലിയിലുള്ള അയാളുടെ ആത്മാർത്ഥത, ആ കൃത്യനിഷ്ഠത, ആ ഡെഡിക്കേഷൻ കേട്ടോ നമ്മൾ കണ്ടുപിടിക്കും. ചെല വത്സല പോകരുത്. വത്സല എവിടെ നിൽക്കൂ? വത്സല എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? സാർ, ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വത്സല ഇരിക്കൂ. സാർ, നേരത്തെ ചെയ്ത കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു. ചെയ്തോളൂ. വത്സല, ആ പ്രകാശനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ശരി സാർ. ശരി വത്സല. സാർ
എന്തോടോ വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? വത്സല. താന് ആ ഫയൽ അയച്ചോ? ഇല്ല സാർ, അയച്ചില്ല. എന്താണോ അയക്കാൻ? സാർ അതില് ജനറൽ മാനേജർ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിട്ടിട്ടില്ല, ഒപ്പിടൂല. എടോ ആ ബ്ലഡി റാസ്കൽ മനഃപൂർവം ഞാൻ തന്നെ കൊണ്ടുപോയി ഒപ്പിടിപ്പിക്കണതായിരിക്കും അല്ലേ? സാർ ഞാൻ ഒപ്പിടിച്ചോളാം. എന്നാ കൊണ്ടുപോയി ഒപ്പിടിപ്പിക്കണോ? സാർ എവിടെ? ഞാൻ തന്നെ ഞാൻ ഒപ്പിടണോ? അല്ല സാറല്ല സാറ് ജനറൽ മാനേജർ. അത് ഓർമ്മയുണ്ട്, അത് മാത്രം ഓർമ്മയുണ്ട്. ഭാഗ്യം. ഈ ഫയൽ ആരോടെ വെച്ചത്? സാറ് ഇവിടെ ഇവിടെ. ഇവിടെ ഒപ്പിടാനുള്ള ഫയൽ അവിടെയാണോ ഇവിടെയല്ലേ ഇരിക്കേണ്ടത്? അതൊന്നും ഇങ്ങോട്ട് വെച്ചാ പോരെ. ശരി, അപ്പൊ അത് ഞാൻ തന്നെ ചെയ്യണല്ലേ? സാർ ഞാൻ എടോ ആ സത്യശീലനെ കണ്ടുപിടിക്കണം. ജോലിയിലുള്ള അയാളുടെ ആത്മാർത്ഥത, ആ കൃത്യനിഷ്ഠത, ആ ഡെഡിക്കേഷൻ പോയി കണ്ടുപിടിക്കും. മാനേജർ ഒപ്പ് കിട്ടി. ഇതങ്ങ് അയച്ചേക്ക്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തരുത് തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? എന്തുവോ മനസ്സിലാ? ഇതൊന്ന് ഡെസ്പാച്ച് ചെയ്തേക്കൂ. പ്രിയപ്പെട്ട വത്സലെ, നീ ഇന്നെങ്കിലും എനിക്കൊരു മറുപടി തരണം. എത്ര നാളായി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു? ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഇനിയും നീ ഇങ്ങനെ തുടർന്നാൽ ഞാൻ ചങ്ക് പൊട്ടിച്ചാവും. ഡെസ്പാച്ച് ചെയ്യൂ. അല്ല, ഞാൻ മാനേജർക്ക് ഫോർവേഡ് ചെയ്യാം. ആ ഹെഡ് ഓഫീസിൽ നിന്ന് തിരിച്ചയച്ച ഫയൽ എവിടെ സത്യശീല? അത് ഞാൻ ഹെഡ് ഓഫീസിലേക്ക് തന്നെ തിരിച്ചയച്ചല്ലോ സാർ. ഓ, അപ്പൊ അതിൽ ഞാൻ ഒപ്പിടുണ്ട്. അല്ല, അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 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 ഇല്ലേ? ഇല്ലേ? ഇല്ല സാർ, എനിക്ക് ഉറപ്പാ. എടോ എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം അതൊന്ന് വായിച്ചു നോക്കണം. മനസ്സിലായില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണം. അല്ലാതെ അത് തിരിച്ചയക്കുക അല്ല വേണ്ടത്. പിന്നെ ആ വത്സരോട് ഇങ്ങ് വരാൻ പറ. അതേ, ഒരു സംശയം ചോദിച്ചാൽ നിങ്ങൾ വെട്ടി വെക്കുമോ? നിങ്ങൾ അതിന്റെ മുതലാളി? ഏതിന്റെ? കെട്ടിടത്തിന്റെ മുതലാളി? താൻ ഏത് കോത്താഴത്തുകാരത്തിനാണ്? കോത്തായത്തരത്തിനല്ല, ഞാൻ കച്ചേരിത്താഴോ. കച്ചേരിത്താഴ് 3ാമത്തെ വീട്, പച്ച പെയിന്റ് അടിച്ച വീട്, പടിഞ്ഞാറ്റയിൽ മൊയ്തീൻ. എടോ, ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാ. അതിനിടക്ക് അങ്ങനെ ഉണ്ടായോ? ഞാനാണ് ഇന്നത്തെ പേപ്പറും വായിച്ചിട്ടില്ല. ഇതൊരു ടെലിഫോൺ ഓഫീസാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഇതിന്റെ മുതലാളിനെ ഒന്ന് കാണണം. മുതലാളി അല്ല, മാനേജർ. ആരായാലും വേണ്ടില്ല, മൂപ്പരെ ഒന്ന് കാണണം. എടുത്ത് കാണാൻ പറ്റൂ? അതെ, അങ്ങോട്ട് പോയ ഒരു മുറിയുണ്ട്, അങ്ങോട്ട് പോക്കോളൂ. ആയിക്കോട്ടെ. അടുത്ത ചെറിയ മുറിയോ വലിയ മുറിയോ? തന്നോടാ പറഞ്ഞ എഴുന്നേക്കാൻ. എടോ പറഞ്ഞേ കേട്ടില്ലേ? എണീറ്റ് പുറത്ത് പോവാൻ, ഞങ്ങൾക്കൊരു സ്വകാര്യം പറയാണ്ട് ഇവിടെ. എടോ നിങ്ങളോടാ പറഞ്ഞ എഴുന്നേറ്റ് പുറത്തു പോവാൻ. അത് ശരി, രണ്ടാളും കൂടി ഇനി എന്നാ പോരി, മുപ്പരിക്ക് എന്തോ ഒറ്റയ്ക്ക് പറയാൻ. താൻ മാത്രം പുറത്തു പോണോ? അത് ശരി, എന്നാ പിന്നെ നിങ്ങൾ പുറത്തേക്ക് വരുമോ? ഞാൻ പുറത്ത് കാത്തിക്കാം. അപ്പോ മനസ്സിലാ? മനസ്സിലാ? ഹലോ, ഇതുകൊണ്ടോ നന്നായിക്കൊണ്ട് വേണോ? ഹലോ, ആ വത്സല. കട്ടാക്കിയില്ലേ? ഇത് താൻ തന്നെ വെച്ചു.
അല്ല മോളെ അനക്ക് തുന്നപ്പണി അവിടെ ആ ഉസാറായിക്കണല്ലോ അത്. ആ. ഇത് ലേറ്റസ്റ്റ് മോഡലാ. ആ. കേരളത്തിലെ ഒരൊറ്റ മന്തി ചെയ്യുന്നുണ്ടാവില്ല. ആ. ഞാൻ മാത്രമാണിത്. ആ. അല്ല മോളെ ആ ചില്ലിന്റെ കൂട്ടിലിരിക്കണ മൊയിലാളിക്ക് മൂലക്കൂറിന്റെ അസുഖം വല്ലതും? അത് ഞങ്ങള് മാനേജർ അല്ലേ? നിങ്ങൾ വൈദ്യനാ? മൊയ്തീന. ഇത് കണ്ടോ? ഇത് ഒറ്റ ലേറ്റസ്റ്റ്. മിനിറ്റ് മോളെ, അന്ന ഞാൻ കണ്ടിട്ടുമില്ല, ജിന്നോടൊട്ടൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടോ. മൊയ്തീൻ, പെങ്കിടി. എന്റെ വീട്ടിലൊരു ഫോണുണ്ടേ. എൻ്റെ വീട്ടിൽ 2 ഉണ്ട്. അതല്ല, എന്റെ വീട്ടിലെ ഫോണിലേക്ക് സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളി വരിക. ഉം. എന്താ പേര് പറഞ്ഞേ? മൊയ്തീൻ. മൊയ്തീൻ. ആ. മൊയ്തീനെ ആ. ഉണ്ടോ, നമുക്കൊരു കാര്യം. ആ. ഇതിപ്പോ നമ്മൾ ഈ വഴി ഇങ്ങനെ കയറിപ്പോയിട്ട് ആ. ഇവിടെ എത്തി ഇതിലേ ഇങ്ങനെ തിരിഞ്ഞ് ആ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ. ഈ മോട്ടുമുയലിന് ക്യാരറ്റിന്റെ അടുത്തെത്താൻ പറ്റുമോ? പറ്റുമോ? പറ്റണം. ആ. ഉം. അതുപോലെ എന്റെ വീട്ടിലൊരു മൊയിലുണ്ട്, അല്ല ഒരു ഫോണുണ്ട്. ഈ ഫോണിൽ എപ്പോഴും സിക്കന്ദർ സിംഗ് ഉണ്ടോ സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളി വരിക. റോങ് നമ്പർ. അല്ല മൊയ്തീൻ. എടോ അതല്ല, ഈ നമ്പർ തെറ്റി വരുന്ന കോളാണോ? ആ അതാണ്. ആണ്. ആ, ആ. ആഹാ. അപ്പൊ അതിന് പരാതി പറയാൻ വേണ്ടി വന്നതാണല്ലേ? വന്നതാ. ആ. നന്നായി. ആ. എടോ അതിനിങ്ങനെ വെറും കൈയോടെ വന്നിട്ട് കാര്യമില്ല. അതിന് താങ്കൾ ചില രേഖകളൊക്കെ ഹാജരാക്കേണ്ടത്. എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും നിങ്ങളുടേതാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ. ഉണ്ടാവണ്ടേ? ഉണ്ടാവുമോ? ഉണ്ടാവണം. ഉണ്ടാവണം എന്നല്ല, ഉണ്ടാവണം. ഓ. പിന്നെ നിങ്ങൾ ഏറ്റവും ഒടുവിലടച്ച ടെലിഫോൺ ബില്ലിന്റെ കോപ്പി. അത് സാജിദേന്റെ അടുത്തുണ്ടാവും. ആ. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഫോണിൽ നിന്നും അവസാനമായി വിളിച്ച 5 പേരുടെ ലിസ്റ്റ് അതും എടുക്കാം. ഏറ്റവും ഒടുവിലായി നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാണ്. ആര്? ഞാനോ? പിന്നെ ഞാനോ? ഇതൊക്കെ ഈ രേഖകളൊക്കെ ആയിട്ട് അവിടെ ഒരാളെ കണ്ടില്ലേ? ആ ഇരിക്കുന്ന ആളാണ് പ്രകാശൻ. തടിച്ചാളോ? പുള്ളിന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും പുള്ളി ശരിയാക്കി തരും. അത് ശരി. കേട്ടോ? അപ്പൊ അത് പ്രകാശൻ, ആ നിങ്ങൾ വെങ്കിടി, അതെ, ഞാൻ മൊയ്തീൻ. ആ എന്നെ വിളിക്കുന്ന ആള് സിക്കന്ദർ. എന്നാലേ ആ മൊയിലിന് തീറ്റിട്ട് ഓടിക്ക് ക്യാരറ്റ്, അത് പട്ടിയാണ്. സാജിദ, സാജിദ, ഇപ്പൊ ഇന്ന് ദേടെ പോയി കിടക്കുകയാണ്. നമ്മളിവിടെ ഉണ്ട്. ആ ഇവിടെ ഉണ്ടാ? നിങ്ങൾ എവിടെയായിരുന്നു? നമ്മള് പേടിച്ചിരിക്കായിരുന്നു. ആ അപ്പൊ ഇജ്ജ് വീണ്ടും തുടങ്ങി എന്റെ പരിപാടി. അല്ല, ആ സൈത്താൻ പിന്നെയും വിളിച്ചു നമ്മളെ സിക്കന്ദർ സിംഗ്. വിളിച്ചാന്നാ ഒരു 150 തവണയെങ്കിലും വിളിച്ചിക്കണ്. എന്റെ കൈ ഞങ്ങൾ ഉഴിഞ്ഞു തരേണ്ടി വരും. അല്ലാന്ന് അപ്പൊ ഇജ്ജിപ്പോ എന്ത് തീരുമാനിച്ചു? ഓന്റെ കൂടെ പോകാൻ തീരുമാനിച്ച? നോക്കിന്ന് വെറുതെ ബെടക്കത്തിനും പറയല്ല. നിങ്ങൾ പോയ കാര്യം എന്തായി? ആ അത് പറഞ്ഞുതരാ. നമ്മൾ അവിടെ പോയപ്പോ ഓർക്ക് 2-3 കാര്യങ്ങൾ വേണം പോലെ. അതായത് 2-3 പേപ്പർ. എന്ത് പേപ്പർ? ആ അതായത് ഈ പെരയും കുടിയും നമ്മളതാന്ന് തെളിയിക്കുന്നുള്ള ഒരു രേഖ വേണം അവർക്ക്. അതിനിപ്പോ നമ്മൾ എന്താ കൊടുക്കുക സായിദ? ആ കഴിഞ്ഞ വർഷം നമ്മുടെ ഷുക്കൂർ ദുബായിന്ന് വന്നപ്പോ ഓന്റെ ക്യാമറയിൽ ഈ മുറ്റത്ത് വെച്ച് നമ്മുടെ ഒരു ഫോട്ടോ പിടിച്ചില്ലേ? അതുപോലെ അത് മതി. ആ പിന്നെ മാണ്ടിയത് നമ്മൾ ഈ പിന്നെ ഫോൺ ഓഫീസിൽ അടച്ച ബില്ല് എടുത്തു വെച്ചിട്ടുണ്ട് പെട്ടിയിൽ. അതുണ്ട്. അത് മതി. പിന്നെ മാണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ അവസാനമായിട്ട് വിളിച്ച 5 ആൾക്കാരെ പേരാണ് ഓർമ്മണ്ടാ? ഓ ഉണ്ടോ? അതും മതി. പിന്നെ മാണ്ട ഒരു കാര്യം എന്താണെന്നറിയാം സായിദ, നമ്മൾക്ക് ജീവൻ ഉണ്ടോന്ന് അറിയാനുള്ള എന്തെങ്കിലും തെളിവ്, നമ്മൾ ജീവിച്ചിട്ടുണ്ടോന്ന് അറിയാൻ തെളിവ് വേണമെന്ന്. അതിനിപ്പോ നമ്മൾ എന്താ കൊടുക്കുക? ഒന്ന് ശ്വാസം വലിക്ക്. അവിടെ ജീവനുണ്ട് മനുഷ്യ. എന്താ? എന്നാ പിന്നെ അത് മതി. ഈ ബാക്കിയുള്ള പേപ്പറൊക്കെ എടുത്തോ. ഇന്ന് തന്നെ ഈ സിക്കന്ദർ സിംഗിനെ നമുക്ക് ഇപ്പരേന്ന് പടിയിറക്കണം. സാറേ ഇതാ, ഇത് എന്റെ വീടും കൂടി അന്ന് തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ ഞങ്ങൾ മുറ്റത്തുനിന്ന് എടുത്തതാ. ധാരാണത്? ഞാൻ മൊയ്തീൻ. ദാ നിങ്ങൾ മൊയ്തീൻ. ആ ധാരാ മൊയ്തീൻ്റെ മോളാ? അല്ല, ഭാര്യയാണ്, കെട്ടിയോളാ. ഭാര്യയാണത്. പിന്നെ ഇത് ഞങ്ങൾ അവസാനം അടച്ച ഈ ഫോണിന്റെ ബില്ലാ. ഫോണിന്റെ അത് ബില്ല് വേണമെന്ന് പറഞ്ഞേനി. ആ ഫോണിന്റെ ബില്ല്. പിന്നെ ഇതാണ് ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ വിളിച്ച 5 ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു. അതിൽ ഇതാ മോമോനെയാണ് ആദ്യം. മോമോനെ വിളിച്ചത്. മോമോനെ ദുബായിലേക്ക് വിളിച്ചതാ. പിന്നെ സുക്കൂറിനെ കുണ്ടോട്ടിക്ക് വിളിച്ച അമ്മോന്റെ മോനാണേ, മോനെ അങ്ങോട്ട് വിളിക്കണതാ. ധാരാണത്? ഇത് മീൻകാരനെ വിളിക്കണതാ, സാജിദ. അത് ശരി. പിന്നെ ആ കയ്യും കൊടുത്തേരി. എന്താണോ എനിക്ക് ജീവനുണ്ടോ നിങ്ങളൊന്ന് നോക്കി. നിനക്ക് ജീവനുണ്ടോ നോക്കണ ആളാ ഞാൻ. ഹലോ. ഓക്കെ. എന്താ യൂണിയൻ മീറ്റിംഗ് അല്ലേ? പറഞ്ഞിട്ട് സ്ഥലം ജസ്റ്റ് മിനിറ്റ്. ഓക്കെ.
സാർ സാർ ആ പോയിക്ക് സിക്കന്ദർ സിംഗ് ഇനിയും ബാക്കിയാ ഓ ഓക്കിപ്പോഴും തുന്നലാ ഓന് ഓട്ടുമോയിലിനെ തീറ്റിക്കലാ ആ ഇനിയിപ്പോൾ ഒഴിവുള്ളത് വനാ നീ ഓൻ്റെ അടുത്ത് കൂടി ഒന്ന് പോയി നോക്കാൻ സാറേ എനിക്കൊരു കാര്യം പറയാണ്ടേനി പറഞ്ഞോ. ഇതെന്താ നിങ്ങളെ കൈ ഇങ്ങനെ വിറച്ച് കളിക്കണേ? രാവിലെ കഴിക്കണ്ടൊന്നും കഴിച്ചില്ലേ? വെയിറ്റ് ഏ ആ വെയിറ്റ് ഓ ആ ഇവിടെ എന്താ തന്റെ പ്രശ്നം? സാറേ എനിക്കൊരു പരാതി ഉണ്ട്. അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ആ അത് കൊടുത്തല്ലോ. റൂൾസ് ആൻഡ് സാനിറ്റേഷൻ ഇപ്പോൾ ഒരാൾക്ക് 100 റുപ്യ ആയിട്ട് കൊടുത്തു. ഞാൻ 100 റുപ്യ കൊടുത്തോ? കൊടുത്ത്. എന്നാ പിന്നെ താൻ പ്രോപ്പർ ചാനലിലൂടെ പോയാൽ മതി. അതെങ്ങനെയാ? പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതി എഴുതി തരിക. പരാതി എഴുതാൻ പറ്റൂല. അതെന്താ? പറ്റിയിട്ടാണ്. പറ്റായിട്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്നാ എഴുതിക്കോ പരാതി. ഇല്ല നിങ്ങൾ എഴുതിക്കോളിന്നാല്. ഇവിടെ തന്റെ പരാതി ഞാനാണോ എഴുതുന്നത്? പരാതി എഴുതിക്കോ. പരാതി എഴുതിക്കതാ. അല്ല എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾ വേണേ എഴുതിക്കോളി. ഞാൻ എന്തിനാ പരാതി എഴുതുന്നത്? തന്റെ പരാതി ഞാനാണോ എഴുതുന്നത്? എനിക്ക് പറ്റേറ്റല്ലേന്ന്. താൻ പരാതി ഉണ്ടെങ്കിൽ എഴുതി തന്നിട്ട് പോടോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്ക്. എനിക്ക് പറ്റൂല. നിങ്ങളൊന്ന് എഴുതി നോക്കിയെന്നാല്. എന്നാ പിന്നെ തന്നെ കൊണ്ട് പരാതി എഴുതിക്കണ കാര്യം അതെങ്ങനെ നിങ്ങൾ എഴുതിപ്പിക്കുക? എന്നാ പിന്നെ അവനെ കാണണം. തന്റെ പരാതി. ആ സാർ ഒരാൾ വന്ന് ബേറുണ്ടാക്കുന്നു സാറേ. ആ താൻ കൂടി ഇല്ലേ? അങ്ങോട്ടോ? ആ അങ്ങോട്ട് പോ. ആ ശരി. അത് ശരി. താനിതുവരെ പോയില്ലേ? താൻ എന്തോടോ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. താൻ ഇവിടെ എന്ത് ബഹളമായത്? തനിക്കറിയോ ഈ ഓഫീസിൽ ഇതുവരെ ഞാൻ ബഹളം വെക്കാൻ ആരും അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അനുവദിക്കുകയില്ല. തനിക്കറിയോ? എന്താ സാറേ ഇത്? എന്തൊരു ബഹളാണ്? ഇതൊരു ഓഫീസല്ലേ? എന്താ തന്റെ പ്രശ്നം? എന്താ അറിയോ മുതലാളി, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരുന്ന ഫോണ് മുഴുവൻ സിക്കന്ദർ സിംഗ് ഉണ്ടോ സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാ വരുന്നത്. അത് ഇനി വരാൻ പാടില്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും നിങ്ങളുടെ വീട്ടിൽ ഈ സിക്കന്ദർ സിംഗ് അല്ലേ? ഇല്ലാന്ന് എന്റെ പേരിൽ ഞാനും എന്റെ പെണ്ണുങ്ങളും മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്തിനാ എല്ലാരും നിങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുന്നത്? അതിപ്പോ എനിക്കറിയോ? അപ്പൊ ആരോറ്റാ കുറ്റങ്ങളതല്ലേ എന്റെയോ? പിന്നെ എന്താ? അത് ശരി. അപ്പൊ നിങ്ങളല്ലേ എന്റെ മുതലാളി? ശരി. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച് എല്ലാവരും നിങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുന്നു. ഇനി വിളിക്കരുത്. ഇനി വിളിക്കരുത്. അപ്പൊ ഞാൻ ചെയ്യും പരാതി. വീണ്ടും ഇടങ്ങാറായ ഈ പരാതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ആടുന്ന് ഇപ്പൊ ഈ ലഹളം മുഴുവുണ്ടായത്. ഇന്നെ കൊണ്ട് പറ്റൂല സാറേ. ഒരു പരാതി എഴുതാനല്ലേ പറഞ്ഞോളൂ. നിങ്ങളൊരു പരാതി പറ്റൂല. പറ്റേറ്റാണ്. അതെന്താ പരാതി എഴുതാൻ പറ്റാത്തത്? പറ്റേറ്റാണ്. പറ്റെങ്കിൽ ഞാൻ എഴുതി തരൂലേ? അതെന്താ തനിക്ക് പറ്റാത്തത്? എനിക്ക് പറ്റാത്തോണ്ടാണ്. അതെന്താണോ തനിക്ക് പരാതി എഴുതി തന്നാല്? അതിന് ഞമ്മക്ക് എഴുത്തും വായന അറിയില്ല. അതന്നെ കാര്യം. ഇതിന്റെ കൊള്ളാൻ എന്നെ പറയിപ്പിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എനിക്ക് എഴുത്തും വായന അറിയില്ല. ഇല്ല. ശരി. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച് തന്റെ വീട്ടിലേക്ക് ഫോൺ വരും. വരരുത്. ഇനി വരരുത്. ഇനി വരരുത്. അപ്പൊ താനൊരു കാര്യം ചെയ്താൽ മതി. താന് ഈ സിക്കന്ദർ സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച് വീട്ടിലേക്ക് വരുന്ന ഫോണില്ലേ, അത് സിക്കന്ദർ സിംഗിന് കൊടുക്കുക. എന്നിട്ട് സിക്കന്ദർ സിംഗിനോട് ചോദിക്കുക അയാളുടെ വീട്ടിലേക്ക് മൊയ്തീൻ ഉണ്ടോ എന്ന് ഫോൺ വരുന്നുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഫോൺ താനെടുത്താ പോരെ? പ്രശ്നം തീർന്നില്ലേ? ഇത്രയേ ഉള്ളൂ പ്രശ്നം അല്ലേ? അതായത് നിന്റെ വീട്ടിലെ സിക്കന്ദർ സിംഗ് പ്രശ്നം തീർന്നു. ഇത്രയേ ഉള്ളൂ. നേരത്തെ സാറിനെ ഒന്ന് കണ്ടാ മതി. അതായത് സിക്കന്ദർ സിംഗിന്റെ ഫോൺ എന്റെ വീട്ടിലും എന്റെ ഫോണ് സിക്കന്ദർ സിംഗിന്റെ. അപ്പൊ ഈ സിക്കന്ദർ സിംഗിനെ ഞാനിപ്പോ എവിടെ പോയിട്ടാ തപ്പുക?